ഇത് ഏതെങ്കിലും പെൺകുട്ടികളാണ് ചെയ്തിരുന്നെങ്കിൽ ഇത് പണ്ടേ വൈറലായി പോയേനെ. ഹായ് നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് മുഹമ്മയിൽ ഒരു കായ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അത് നമ്മുടെ തണ്ണീർമുക്കം ആലപ്പുഴ റൂട്ടിലുള്ള രണ്ട് ചെറുപ്പക്കാർ പിള്ളേർ നടത്തുന്ന ഒരു ഷോപ്പിന് മുന്നിലാണ് ഞാനുള്ളത്. ഷോപ്പൊന്നും പറയാൻ പറ്റില്ല, ഒരു രണ്ട് മൂന്ന് കുടയൊക്കെ വെച്ച് അവരവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് അവർ നിൽക്കുന്നതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് ഏതെങ്കിലും പെൺകുട്ടികളാണ് ചെയ്തിരുന്നെങ്കിൽ ഇത് പണ്ടേ വൈറലായി പോയേനെ. അതുപോലത്തെ ഒരു സംരംഭമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിച്ചത് ഒട്ടനവധി ആളുകൾ ഇവിടെ ഡെയിലി വന്നു പോകുന്നുണ്ട്. കാരണം ഇവരുടെ ആ ഒരു കൈപുണ്യവും ഇവരുടെ ടേസ്റ്റും ജനങ്ങളും അല്ലെങ്കിൽ എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ തെളിവെന്ന് പറയുന്നത്. ഫുൾ സെറ്റപ്പിൽ രണ്ട് ചെറുപ്പക്കാർ പിള്ളേർ എന്ന് ചെയ്യുന്ന ഒരു ഷോപ്പാകട്ടെ ഇത്. രാവിലെ തന്നെ തുറന്നു കഴിഞ്ഞാൽ ഇവർ വൈകുന്നേരം വരെ ഉണ്ടാവും കേട്ടോ. അതായത് പല വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. നമുക്ക് അവരുടെ തന്നെ ചോദിക്കാം എന്തൊക്കെ ഐറ്റം ഉണ്ട് ഇവിടെ. നമുക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് മുഹബത്ത് കാ സർബത്ത് ഉണ്ട്, പിന്നെ പാൽപേരക്ക ഉണ്ട്, മിൽക്ക് ഷേക്ക് ഉണ്ട്, പിന്നെ പൈനാപ്പിൾ ഫ്രഷ് ലൈം ഉണ്ട്, ഫ്രഷ് ജ്യൂസ് ഉണ്ട്, പിന്നെ മാങ്ങയുടെ ഫ്രഷ് ജ്യൂസ് ഉണ്ട്, പിന്നെ ഫ്രഷ് ജ്യൂസ് നമുക്ക് മുന്തിരി അതൊക്കെ വരുന്നുണ്ട്, ഇന്ന് വെക്കാഞ്ഞിട്ടാണ്. അതെ അല്ലേ. പിന്നെ മോര് സോഡ വരുന്നുണ്ട്, ഫ്രഷ് ലൈം വരുന്നുണ്ട്, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. ഇത് ഭയങ്കര അട്രാക്ഷൻ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ നല്ല, നമ്മൾ നേരത്തെ വന്നപ്പോഴൊക്കെ ഇവിടെ കുറെ കുട്ടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലേ. ഫേവറേറ്റ് സാധനം നിങ്ങളുടെ മെയിൻ സാധനം പെട്ടെന്ന് തീരുന്ന സാധനം. അതെ അല്ലേ. അപ്പൊ ഏതെടുക്കാം ഇപ്പം? മുഹബത്ത് കാ സർബത്ത് എടുക്ക്. ഐസ് എങ്ങനെ ഇടണോ? ഇട്ടോ. നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. സാധാരണ ഈ നോമ്പൊക്കെ വരുന്ന സമയത്തേ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കുന്നതാണ് മുഹബത്ത് കാ സർബത്ത്. പക്ഷേ ഇത് നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ വലുതായിട്ട് അങ്ങനെ കാണാറില്ല. എനിക്ക് തോന്നുന്നത് ഏതൊരു ഹോം മെയ്ഡ് ഐറ്റം മാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു ഐറ്റമാണ്. പക്ഷെ എന്തായാലും പിന്നെ നിങ്ങളുടേതായ എന്തൊക്കെയോ കൂടി ചേർത്തിട്ടുണ്ടെന്ന് തോന്നല്ലേ. സ്പെഷ്യൽ ആയിട്ട് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. പേരെങ്ങനെ മോന്റെ? എന്റെ പേര് നന്ദു അല്ലേ. എവിടെ വീട്? എവിടെയാണ്? അടുത്ത് തന്നെയാണ്. എന്ത് ചെയ്യുന്നു ഇപ്പൊ നിലവിൽ? ഇതല്ലാതെ ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇച്ചിരി ഫ്രീ ടൈം ആയിട്ട് നമുക്ക് കിട്ടുമ്പോ നമ്മൾ ഇത് ചെയ്യുന്നല്ലേ. ഏർണിങ്സ് ഉണ്ടാക്കാൻ അത്രേ ഉള്ളൂ. പഠിത്തമൊക്കെ ഇപ്പൊ ഞാൻ ആക്ച്വലി ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. അതെ അല്ലേ. പുറത്തേക്കുള്ളതാണ്. ജർമ്മനിക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ അതിനുള്ള സാമ്പത്തികവും എല്ലാം റെഡിയാക്കാനായിട്ട് നമ്മൾ സ്വന്തം കാലിൽ നിന്നുകൊണ്ടുള്ള ഇത്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, സാധാരണ ജർമ്മനിക്കൊക്കെ അല്ലെങ്കിൽ വിദേശ പഠനത്തിനൊക്കെ ആയിട്ട് പോകുന്നവർ വലിയ ഭാരിച്ച ലോണൊക്കെ എടുത്തും അതുപോലെ തന്നെ മാതാപിതാക്കളെയൊക്കെ ബുദ്ധിമുട്ടിച്ചോ അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി വലിയ ഒരു ബാധ്യത തലയിൽ വെച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ്. പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് മനസ്സിലായ സംഭവം എന്ന് പറയുന്നത്, ചേട്ടനും അനിയനും കൂടി നിന്നുകൊണ്ടാണ് ഈ ഒരു സംരംഭം ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. ഫാമിലി ഉൾപ്പെടെ ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും രാവിലെ തന്നെ ഇവിടെ ഇങ്ങനെ ശരിക്കും വരുന്നുണ്ട്. നമുക്കിവിടെ കുറച്ച് സമയം നിൽക്കുമ്പോൾ തന്നെ കാണാം. ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ആലപ്പുഴ തണ്ണീർമുക്കം റൂട്ടിൽ കായ്പുറം സംസ്കൃതം സ്കൂളിന് തൊട്ടടുത്ത് തന്നെയാണ്, സമീപത്ത് തന്നെയാണ്. ഇവിടെ വരുമ്പോഴേ നിങ്ങൾക്ക് കാണാം 2-3 കുടയൊക്കെ നിവർത്തി പാലിക്കൽ എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു ഏരിയയിലാണ് ഇവരുള്ളത്. തൊട്ട് അടുത്തായിട്ട് HP-യുടെ ഒരു പമ്പൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വരുമ്പോഴേ ഈ റൂട്ടിലേക്ക് വരുമ്പോൾ തന്നെ കാണാൻ പറ്റും 2-3 കുടയൊക്കെ നിവർത്തി അത്യാവശ്യം എപ്പോഴും ആളുണ്ടാവും. പാട്ടും മേളമൊക്കെ ആയിട്ട് ഇവർ വേറൊരു വൈബിലാണ് ഇവർ നിൽക്കുന്നത്. ഇത് നമ്മുടെ അടുത്ത പാൽപേരക്കയാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്യുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൂപ്പർ ഐറ്റം കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 10-11 മണിയേ ആയിട്ടുള്ളൂ. ആൾക്കാർ ഇങ്ങനെ തുരുതുരാ വന്നോണ്ടിരിക്കുകയാണല്ലേ. നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടെന്നോ അല്ലേ? ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. കംപ്ലീറ്റ് ആവും. ഇത് ഇവരുടെ പിസ്തയാണ്. ഇതും ഇവരുടെ ഇത് സൂപ്പർ ഐറ്റം കേട്ടോ. ഇവിടെ സ്ഥിരം ആളാണോ? പക്ഷെ പല സാധനം നമ്മൾ നോക്കി വെച്ച സാധനം തിരിച്ചു വരുമ്പോ കാണത്തില്ലല്ലേ. ഇതൊക്കെ ഇവരുടെ ഫേവറേറ്റ് ഐറ്റം ഉണ്ടാവും. പാൽപേരക്ക എന്ന് പറയുന്ന ഇവരുടെ പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇതിനൊക്കെ എങ്ങനെ വില വരുന്നത്?
40 രൂപ. പിന്നെ ഇതിന് 50 രൂപ. ഇത് മറ്റേ ഫ്രഷ് ജ്യൂസ് ആയതുകൊണ്ടാണ്. ഇതിന് മാത്രമേ ഉള്ളൂ 50. ബാക്കി എല്ലാം 40 രൂപ അല്ലേ? തീർച്ചയായും എന്തായാലും ഇവരുടെ തിരക്കുകളൊക്കെ നല്ല തിരക്കാണ്. നമ്മളിവർ ശല്യപ്പെടുത്തുന്നില്ല. എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ നന്ദു. അപ്പൊ എല്ലാവിധ ആശംസകളും. അടിപൊളിയായിട്ട് പോട്ടെ. കുറച്ചും കൂടി ഡെവലപ്പ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം, കണ്ടിരിക്കും. അപ്പൊ എന്താണെങ്കിലും ഒരു പ്രാവശ്യം ഇതിന്ന് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ടതാണ്. ഇവരൊരു 3-4 കുറെ ഐറ്റംസുകൾ ഉണ്ടെങ്കിലും ഒരു 3-4 ഐറ്റം ഇവരുടെ ഫേവറേറ്റ്, ഇവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഐറ്റംസുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നിന്ന് വരിക. വന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്ത് കമൻറ്റ് ചെയ്യുക. വരാനുള്ളവരുണ്ടെങ്കിൽ വന്നതിന് ശേഷവും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട്. മൻസൂർ മുഹമ്മദ്.